മരിയക്കുട്ടിയെ നമ്മൾ ആരും മറന്നിട്ടില്ല. ഇപ്പോൾ കോടതിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു മരിയക്കുട്ടിക്ക് പെൻഷൻ നൽകുന്നതിൽ സർക്കാർ തീരുമാനം അത് നാളെ അറിയിക്കണമെന്ന് ഹൈക്കോടതി. പണമില്ല എന്ന് പറഞ്ഞ് സർക്കാരിന്റെ ഏതെങ്കിലും ആഘോഷങ്ങൾ മുടങ്ങുന്നുണ്ടോ എന്ന് കോടതി സർക്കാരിനോട് ചോദിച്ചു. സാമ്പത്തിക പ്രതിസന്ധിയാണ് പെൻഷൻ വിതരണം മുടങ്ങാൻ കാരണമെന്ന് സർക്കാർ മറുപടി പറഞ്ഞു. ബിനിൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബിനിൽ, ഇത് ഹർജി പരിഗണിക്കുന്നതിനിടെ വളരെ വൈകാരികമായ പ്രതികരണങ്ങൾ വരെ ദേവൻ രാമചന്ദ്രന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. വേണമെങ്കിൽ അഭിഭാഷകരുടെ ഇടയിൽ നിന്ന് പിരിവിട്ട് മരിയക്കുട്ടിക്ക് ഇപ്പോൾ പണം നൽകാമെന്നടക്കം പരാമർശങ്ങൾ. ആര്യ, വളരെ വൈകാരികമായി തന്നെ കോടതി ഈ വിഷയത്തിൽ പ്രതികരിച്ചു. അതിന് കാരണമായി തന്നെ കോടതി പറഞ്ഞത് 78 വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീയാണ്. അവർക്ക് മറ്റു മാർഗങ്ങളൊന്നും തന്നെയില്ല. ജീവിതത്തിൽ മറ്റു വരുമാനങ്ങളില്ല, സ്വന്തമായ ഒരു വീട് പോലുമില്ല എന്ന കാര്യം മറിയക്കുട്ടി കോടതിയെ അറിയിച്ചു. അതുകൊണ്ട് തന്നെയാണ് മരുന്നിനും ഭക്ഷണത്തിനുമായി ഈ 1600 രൂപയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾക്ക് മുന്നിൽ അവർ കാത്തു നിൽക്കുന്നത്. ആ പണം നൽകിയേ തീരൂ എന്ന് കോടതി ശക്തമായ ഭാഷയിൽ പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ കേസെടുത്തപ്പോൾ സർക്കാർ നൽകിയ വിശദീകരണം സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്, അതുകൊണ്ട് കഴിഞ്ഞ 4 മാസത്തെ പെൻഷൻ മുടങ്ങിയിരിക്കുകയാണ്, കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള വിഹിതവും കിട്ടുന്നില്ല. ഈ പരാതിയാണ് സർക്കാരിന് കോടതിക്ക് മുന്നിൽ പറയാനുണ്ടായിരുന്നത്. പക്ഷേ സാമ്പത്തിക പ്രതിസന്ധി എന്ന വാദം കോടതി ചോദ്യം ചെയ്യുകയാണ് ഉണ്ടായത്. സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ സർക്കാരിൻ്റെ ഏതെങ്കിലും ഒരു ആഘോഷം മുടങ്ങുകയോ മാറ്റിവെക്കുകയോ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഈ സാധാരണക്കാരുടെ പ്രശ്നം മറിയക്കുട്ടി കോടതിക്ക് മുന്നിൽ ഒരു VIP ആണ്. നിങ്ങൾ മന്ത്രിമാരോ അല്ലെങ്കിൽ അതിനപ്പുറത്തുള്ള വലിയ ഉന്നത ഉദ്യോഗസ്ഥരോ താനോ പോലും VIP ആയി കോടതി കാണുന്നില്ല എന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. പക്ഷേ ഈ പണം ആവശ്യപ്പെട്ടു വന്ന മറ്റൊരു മാർഗവുമില്ലാതെ കോടതിക്ക് മുന്നിലെത്തിയ മറിയക്കുട്ടിയെ കോടതിക്കൊരു VIP ആയി മാത്രമേ കാണാൻ കഴിയൂ. അതുകൊണ്ട് അവർക്ക് പണം നൽകണം. ആരുടെയൊക്കെ പെൻഷൻ മുടങ്ങുന്നു എന്നത് കോടതിക്ക് മുന്നിൽ ഇപ്പോൾ വിഷയമല്ല. എന്നാൽ കോടതിക്ക് മുന്നിലേക്ക് എത്തിയ അടിമാലി സ്വദേശി മറിയക്കുട്ടിക്ക് 78 വയസ്സ് പ്രായമുണ്ട്. അവർക്ക് മറ്റൊരു നിവൃത്തിയുമില്ലാത്തതിനാൽ അവർക്ക് പെൻഷൻ നൽകണം. നാളെ തീരുമാനം അറിയിക്കാനാണ് കോടതി സർക്കാരിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിനിടയിലാണ് കോടതി നിങ്ങൾ അനുവദിക്കുമെങ്കിൽ ഈ ബാറിൽ നിന്ന് പിരിവെടുത്ത് പ്രധാനപ്പെട്ട ചോദ്യം, ഇങ്ങനെ ഈ പെൻഷൻ വിതരണം മുടങ്ങുന്നുണ്ട്, ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പണമില്ല, KSRTC ജീവനക്കാർക്ക് കൊടുക്കാൻ പണമില്ല, പക്ഷെ അപ്പോഴും ഒരു ആഘോഷങ്ങൾക്കും മുടക്കമില്ലല്ലോ എന്നൊരു ചോദ്യം, വലിയൊരു വിമർശനം തന്നെയാണ് അത് സർക്കാരിനെ സംബന്ധിച്ച്. സർക്കാർ ഇന്ന് നൽകിയ മറുപടി എന്താണ് കോടതിയിൽ, ബിനിൽ? സർക്കാരിന് പറയാനുണ്ടായിരുന്നത് സാമ്പത്തിക പ്രതിസന്ധിയാണ്. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ വിഹിതവും കൂടി ചേർത്താണ് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നത്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്തതിന് ശേഷം ആണ് കേന്ദ്ര സർക്കാരിന്റെ വിഹിതം കിട്ടേണ്ടത്. ഇവിടെ ഏപ്രിൽ മുതൽ ജൂലൈ വരെയുള്ള 4 മാസത്തെ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം കിട്ടിയിട്ടില്ല എന്നതാണ് സർക്കാർ കോടതി അറിയിച്ചത്. ആ 4 മാസത്തെ പെൻഷൻ നേരത്തെ തന്നെ കൊടുത്തതാണ്. ഏറ്റവും ഒടുവിൽ ഓഗസ്റ്റ് മാസത്തെയും പെൻഷൻ വിതരണം ചെയ്തു കഴിഞ്ഞു. ഓഗസ്റ്റിന് ശേഷമുള്ള പെൻഷനാണ് ഇപ്പോൾ കുടിശ്ശികയായിട്ടുള്ളത്. അത് വിതരണം ചെയ്യുന്നതിന് സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയും കേന്ദ്ര സർക്കാർ നൽകിയ പെൻഷന് അവർ നൽകാനുള്ള പണവും കൂടി നൽകിയിട്ടില്ല. ഇതാണ് സംസ്ഥാന സർക്കാരിന് പറയാനുണ്ടായിരുന്നത്. കേന്ദ്ര സർക്കാരിനോട് കോടതി ഇതിൽ വിശദീകരണം തേടിയിരിക്കുകയാണ്. എന്തുകൊണ്ട് ഏപ്രിൽ മുതൽ ജൂലൈ വരെയുള്ള പണം നിങ്ങൾ നൽകിയിട്ടില്ല എന്നത് നാളെ കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിക്കണം. അതോടൊപ്പം തന്നെ മറിയക്കുട്ടിക്ക് പെൻഷൻ നൽകിയേ തീരൂ എന്നതാണ് കോടതിയുടെ നിലപാട്. മറ്റാരുടെയും കാര്യത്തിൽ കോടതി ആ നിലപാട് കോടതിക്ക് മുന്നിലേക്ക് എത്താത്തതുകൊണ്ട് എടുത്തിട്ടില്ല. പക്ഷേ കോടതിക്ക് മുന്നിലെത്തിയിരിക്കുന്ന മറിയക്കുട്ടിയുടെ കാര്യത്തിൽ അവർക്ക് പെൻഷൻ നൽകിയേ കഴിയൂ എന്നതാണ് സർക്കാരിന് മുന്നിൽ കോടതി വെച്ചിരിക്കുന്ന നിലപാട്.